ഞാനെന്നാ പോട്ടെ. നീ പറയുകയാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ വീട് വരെ വരാം. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയിക്കോളാം. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് എന്റെ മുടി ശരിയാക്കാൻ പാർലറിലേക്ക് പോകേണ്ടതുണ്ട്. എന്താ നിങ്ങൾക്കൊന്നും നിങ്ങളുടെ മുടി വെട്ടണ്ടേ? ഞാൻ ആലോചിച്ചിരിക്കുന്നു കുറെ ദിവസം എന്റെ മുടിയുടെ സ്റ്റൈല് മാറ്റാൻ. അതെ, എനിക്കും വെട്ടാനുണ്ട്. എന്നാ ശരി, നിങ്ങളും പോയിക്കോളൂ. ഞാനിപ്പോ പാർലറിലേക്ക് പോവാൻ പോവാ. നമുക്ക് നാളെ രാവിലെ കണ്ടാലോ? ശരി യുമിക്കോ, നാളെ കാണാം. ശരി കാണാം. ബൈ ബൈ. ഇനിയിപ്പോ എന്തിനാ സലൂണിലൊക്കെ പോകുന്നത്? ഞാൻ തന്നെ നിന്റെ മുടി വെട്ടിത്തരാം, എന്നിട്ട് നിന്നെ ഒരു സ്റ്റൈലിനാക്കി തരാം. വരൂ കെനിച്ചി, വരൂ. അങ്ങനെയൊന്നും ചെയ്യല്ലേ ഹമാര എന്റെ മുടിയില്. ഇത്ര പെട്ടെന്ന് എന്റെ മുമ്പിൽ കരയാൻ തുടങ്ങി. എന്നിട്ട് യുമേക്കോടെ മുമ്പിൽ എന്തൊരു സ്റ്റൈലായിരുന്നു. ഇങ്ങനെ ശല്യം ചെയ്യുന്നത് നിർത്തിക്കോ. നീ എന്ത് ചെയ്താലും ഞാൻ അങ്ങനെ നോക്കി നിൽക്കുന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ അത് ശരിയല്ല, മാറ്റിക്കോ. കേട്ടോ ഹമാര, ഞാൻ നിനക്ക് നല്ല മറുപടി തരും. അത് നീ ജീവിതകാലം മുഴുവൻ ഓർത്ത് വെക്കുകയും ചെയ്യും. കേട്ടോ ഹമാര, ഞാൻ പോകുന്നു. ബൈ ബൈ ബൈ. വരയ്ക്കുന്ന പട്ടി കടിക്കാറില്ലെന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ നിന്നെ കണ്ടോളാം. അമ്മ, ഇന്നെനിക്ക് എന്റെ മുടിയൊന്ന് വെട്ടണം. പക്ഷെ കുറച്ചു ദിവസം മുമ്പല്ലേ നിന്റെ മുടി വെട്ടിച്ചത്? ശരി, നിനക്കിനി വീണ്ടും വെട്ടിക്കണമെന്നുണ്ടെങ്കിൽ അതും ഓക്കെ. ദാ പിടിച്ചോ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ മുടി ഫ്രീ ആയിട്ട് കട്ട് ചെയ്ത് തരാം. എന്നെ ഇങ്ങനെ കളിയാക്കണ്ട. ഈ ടേക്ക് എന്താന്ന് അറിയില്ല. ആര് കണ്ടാലും അവരെന്നെ കളിയാക്കാൻ നോക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഹത്തോടി വരുന്നുണ്ടോ? ആ വരുന്നുണ്ട്. ഇത്രയധികം പരിഭവം വിചാരിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. നീ നിന്റെ മനസ്സെപ്പോഴും കൂളാക്കി വെക്കണം കെനിച്ചി. ഹത്തോടി, ഇതാണ് ഞാൻ മുടി വെട്ടിക്കാറുള്ള സലൂൺ. കൊള്ളാലോ, കാണുമ്പോ തന്നെ നല്ല കടയാണെന്ന് തോന്നുന്നു. താങ്കൾ ഇവിടെ വരെ വന്നതിന് വളരെ നന്ദിയുണ്ട്. ഓഹോ കെനിച്ചി, നീയാണോ? നീ വന്നത് വളരെ നന്നായി. എനിക്ക് അത്യാവശ്യ കാര്യത്തിനൊന്ന് പുറത്തു പോകേണ്ടിയിരുന്നു. അതുവരെ നീ ഇവിടെ ഇരിക്കണം. ശരി. ഞാൻ പെട്ടെന്ന് തന്നെ അവരെല്ലാം നോക്കണേ. ഇത് ഉള്ളിന് നല്ലതാണല്ലോ. ഇത് ഹമാരയാണല്ലോ. ആഹാ, ഇവിടെ ആരുമില്ലാത്തത് നന്നായി. അല്ല, ഇവിടെ മുടി വെട്ടിത്തരാനായിട്ട് ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ എവിടെയാണ് അങ്കിൾ? ഞാൻ ഇവിടെയുണ്ട്. പറയൂ, എന്ത് കട്ടാണ് ചെയ്യേണ്ടത്? കട്ടിന്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. ദാ ഈ മുകളിൽ നിന്ന് കുറച്ചു മുടി വെട്ടിയാൽ മതി. കൂടുതൽ വെട്ടരുത്, എനിക്ക് കഷണ്ടിയാണെന്ന് തോന്നും. അത് ശരി, അങ്ങനെയാണ് വെട്ടേണ്ടത്. അങ്ങനെയാ വെട്ടേണ്ടത്. അബദ്ധമൊന്നും കാണിക്കരുത് കേട്ടോ. കൂട്ടുകാരനായിട്ട് നല്ല പണി കൊടുക്കാനുള്ളതാ. അവന് നല്ലൊരു പാഠം പഠിപ്പിക്കണം. എന്താ പറഞ്ഞ നല്ല പാഠം പഠിപ്പിക്കണമെന്നോ? ഈടെയായിട്ട് ഭയങ്കര സംസാരവാ. ഭയങ്കര ധൈര്യവാനല്ല അവനിപ്പം. എന്നോട് ഈ അമാരയോട് തർക്കിക്കുന്നേ. അഹങ്കാരി. പക്ഷെ ഞാൻ ആ പറക്കുന്ന പക്ഷിയുടെ ചിറകുകൾ മുറിച്ചിടും. അവൻ എന്നെ മനസ്സിലായിട്ടില്ല. ഞാൻ നിന്റെ മുടിയും നിന്റെ ഈ മുടി വെട്ടുന്ന ജീവിതത്തിൽ മറക്കില്ല. അത് എന്താ? അയ്യോ, ഒന്ന് ലൂസാക്ക്. അധികം സംസാരിക്കണ്ട നീ. എന്റെ കഴുത്ത് ഞെരുങ്ങുന്നേ. നന്നായി വെട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ സഹിച്ചേ പറ്റൂ. ഇവന് ഞാൻ ഇന്നൊരു പാഠം പഠിപ്പിക്കും. ഇതിന്റെ ആവശ്യം എന്താണ്? ഇപ്പൊ എല്ലാരും ഇതുകൊണ്ടാ മുടി വെട്ടാറ്. പക്ഷെ ഞാനിത് കണ്ടിട്ടില്ലല്ലോ. ഇന്ന് കണ്ടോളൂ. എല്ലാം ശരിക്കും തന്നെയല്ലേ? നീ വിഷമിക്കൊന്നും വേണ്ട. വല്ലാതെ മുടി വെട്ടല്ലേ കേട്ടോ, അല്ലെങ്കിൽ ആൾക്കാർ എന്നെ കഷണ്ടിയെന്ന് പറയും. ഇല്ല, ഇവരിത് മനസ്സിലായവന് ഒച്ച വെക്കും. ഇങ്ങനെ ആരെങ്കിലും മുടി വെട്ടുവോ? അയ്യോ, എനിക്ക് വേദനിക്കുന്നു. സൂക്ഷിച്ച്. അങ്ങനെ ഒരു സ്റ്റൈല് വേണ്ട. നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നീ വേറെ എവിടെയെങ്കിലും പോയി മുടി വെട്ടിച്ചോ. വേണ്ട വേണ്ട, നിങ്ങൾ വെട്ടിക്കോ. ഇനി ഞാൻ മുന്നിന്ന് വെട്ടാം. നിനക്ക് മുന്നിന്ന് ജസ്റ്റ് ചെറുതായിട്ട് കട്ട് ചെയ്താ പോരെ? അതെ, ശരിയാ പറഞ്ഞേ. എന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ മുട്ടയൊന്നും ആയില്ലല്ലോ. നിങ്ങളൊന്ന് മുന്നിൽ നിന്ന് മാറിയല്ലോ എനിക്ക് കാണാൻ പറ്റുമോ? ഇനിയിപ്പോ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യണം. മാറേ, ഞാനൊന്ന് നോക്കട്ടെ. ഞാനെപ്പോഴാ വേണ്ടെന്ന് പറഞ്ഞത്? നന്നായിട്ട് വെട്ടിയിട്ടുണ്ട്. ഇവൻ ശരിക്കുള്ള മുഖം കാണാൻ കണ്ടാ പിന്നെ പാളി. ഓ കെനിച്ചി, നീ ഇത് എന്തായി ചെയ്യുന്നത്? കെനിച്ചി, വലിയ പ്രശ്നമാ നീ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? ഒരു കാര്യം ചെയ്യാൻ മൊത്തം മുടിയെ വെട്ടിയേക്ക്. ഞാൻ എന്റെ മുടി വെട്ടിക്കോളൂ. വളരെ നല്ലത്.
അത് കലക്കി. നിങ്ങളൊരു കലാകാരനാണല്ലോ. നിനക്കിത് ഇഷ്ടമായെന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. അടുത്ത മാസവും ഞാൻ നിങ്ങളുടെ അടുത്ത് മുടി വെട്ടുള്ളൂ, സത്യമായിട്ടും. വേറെ ആരടുത്തും പോവില്ല. ശരി, എന്നാ പിന്നെ നീ ഈ മാസം പൈസ തരേണ്ട ആവശ്യമില്ല. അതെന്താ, എന്തെങ്കിലും സ്പെഷ്യൽ കാര്യമുണ്ടോ അങ്കിൾ? ഇല്ലില്ല, അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ പിന്നെ എന്തിനാ ഫ്രീ ആയിട്ട്? വെറുതെ മനസ്സ് പറഞ്ഞു, അതുകൊണ്ട്. ഓ, നിങ്ങളോട് വളരെയധികം നന്ദിയുണ്ട്. ബൈ ബൈ. ഞാൻ അടുത്ത മാസം വീണ്ടും മുടി വെട്ടിക്കാൻ തീർച്ചയായിട്ടും വരും അങ്കിളെ. ഹാ, കഷ്ടിച്ചാ രക്ഷപ്പെട്ടത്. നാളത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. മഴയോ? അത് ഈ സമയത്ത് ഓടിക്കോ. അല്ല, ഹമാരയോട് സൂക്ഷിച്ച്. ആ, പേടിക്കണ്ട. ഞാനാണ് അവന്റെ മുടി വെട്ടിയതെന്ന കാര്യം ഹമാരെങ്ങാണോ അറിഞ്ഞാൽ അറിയില്ല അവൻ എന്തൊക്കെ ചെയ്യുമെന്ന്. ഓ, നീ എപ്പോഴാ ചെയ്തത്? നന്നായിട്ടുണ്ട് കേട്ടോ. ഓഹോ, എനിക്ക് സുഖമല്ലേ? ദേ നോക്കെന്റെ പുതിയ മുടി. എങ്ങനെയുണ്ട് എന്റെ പുതിയ ഹെയർ സ്റ്റൈൽ? നോക്ക്, ഞാനിപ്പോ ഒരു ഹീറോ അല്ലേ? ആ കെനിച്ചി, അതവന് വളരെ നന്നായി ചേരുന്നുണ്ട്. എല്ലാവർക്കും സ്വന്തം സ്റ്റൈലുണ്ടല്ലോ. ഇതാ ഇവിടെയാണെങ്കിൽ കളിയാകെ മാറിയല്ലോ.